നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലുള്ള ആളുകളായിക്കോട്ടെ, മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് റീഡിങ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ആയിട്ട് താഴെ കൊടുക്കുക കേട്ടോ. കൂളായിട്ട് ഇരുന്നിട്ട് റീഡിങ് കാണാം. Eight of Cups ആണ്. 7 of Pentacles, 6 of Wands, Queen of Swords, 10 of Cups, 8 of Swords, ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾസും പേജ് ഓഫ് പെൻറ്റിക്കിൾസും ആണ് കേട്ടോ. 2 ഓഫ് സോർഡ്സ്, ഡെത്ത് കാർഡ്, കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ലവേഴ്സ് കാർഡ്, 5 ഓഫ് Wands, 10 of Swords. ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാനാണ് ചാൻസ് കേട്ടോ. ഇവിടെ ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ പോകാനുണ്ടായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു റിലേഷൻ ഉള്ളതായിരിക്കാം, അതല്ലെങ്കിൽ ഇവിടെ ഫാമിലി കാർഡ് വന്നിട്ടുണ്ട്. അവരുടെ ഫാമിലി ഈ ഒരു റിലേഷൻഷിപ്പിനെ എതിർക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ചിലർക്ക് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കാം, അതല്ലെങ്കിൽ പിന്നെ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ പേഴ്സൺ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളതായിട്ടാണ്. പക്ഷേ ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇവിടെ അവർക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്നതായിട്ട് കാണുന്നില്ല. അവർ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ലോസ് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, 7 ഓഫ് പെൻറ്റിക്കിൾസ് കാണിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ 8 ഓഫ് പെൻറ്റിക്കിൾസ് കാണിക്കുന്നത് അവർ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അത് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കിപ്പോൾ ഫിനാൻഷ്യൽ ലോസ് വന്ന സമയമാണ്. അതുപോലെ അവിടെ അവർ 5 ഓഫ് വാൺസ് എനർജിയാണ്. തേർഡ് പാർട്ടിയുമായിട്ട് ഇഷ്യൂസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിന് അവർ തടസ്സമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട്, അതായത് പാരൻസ് ആണെങ്കിൽ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായിരിക്കും. അപ്പോൾ അവരുമായിട്ട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻ തന്നെ വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാണിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ മറ്റൊരു റിലേഷനിലോട്ട് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇഷ്യൂസ് അവിടെ നടക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി ഇവരെ ഫിനാൻഷ്യൽ ലോസിലോട്ട് കൊണ്ടുപോയത് കൊണ്ട് തന്നെ, ഈ ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോയത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് ഇവരോട് ഇപ്പോൾ വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്.
കാരണം ഇവർക്കിപ്പോൾ ഈ ഫിനാൻഷ്യൽ ലോസ് കൊണ്ട് മാനസികമായിട്ട് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇവർ ആകെ തകർന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ അവരുടെ മൈൻഡ് ഇപ്പോൾ ഒരു സ്റ്റെക്കായിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് ഈ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഈ ഒരു ചതി അല്ലെങ്കിൽ ഇവർ ഈ ഒരു സമയത്ത് അത്രയും ചീറ്റ് ചെയ്യപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. തേർഡ് പാർട്ടി ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി ഇവരെ യൂസ് ചെയ്യുകയാണെന്നുള്ളത് ഇപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. അതുമാത്രമല്ല അവർക്ക് ഫിനാൻഷ്യലി ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു, ഫെയിലിയർ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമത്തിലും ആ ഒരു സ്റ്റെക്ക് ഫീലിങ്ങിലുമാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അവരിപ്പോൾ അവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ്. കാരണം ഒരു മനസ്സ് തകർന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പേഴ്സൺ ഉള്ളത്. അവർക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങൾ നഷ്ടമായി. അവർക്ക് ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് അവർ വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലോട്ട് എത്തിയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അവിടെ അവർക്ക് ലോസ് വന്നത് സത്യത്തിൽ അവർക്കത് സഹിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കരിയറിൽ അല്ലെങ്കിൽ കരിയർ വൈസ് ഒരു അത്യാവശ്യം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണ്. അവിടെ അവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പൊസിഷനിലുള്ള ഒരു ആളായിട്ട് പോലും അവർക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ലോസ് വന്നു, അവർക്ക് തേർഡ് പാർട്ടി അവരെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു സിറ്റുവേഷൻ അവർക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് അവരാകെ തകർന്ന് അവിടെ സ്റ്റെക്കായി നിൽക്കുന്ന സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 2 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവർക്ക് ഈ റിലേഷനിൽ നിന്ന് എന്തൊരു ആക്ഷനാണ് എടുക്കേണ്ടത്, ഒരു തീരുമാനത്തിലോട്ടാണ് പോവേണ്ടത് എന്ന് അവർക്ക് അറിയാതെ നിൽക്കുന്ന സിറ്റുവേഷനാണ്. അവർ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്, എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സിറ്റുവേഷനാണ്. കാരണം ഈ ഒരു ഫിനാൻഷ്യൽ ലോസ് വന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. തേർഡ് പാർട്ടി എങ്ങനെയുള്ള ആളാണ്, ശരിക്കും അവരുടെ സ്വഭാവം എന്താണ്, എന്ത് ഫോക്കസ് ചെയ്തിട്ടാണ് ഇവർ ഈ റിലേഷൻഷിപ്പിലോട്ട് വന്നിട്ടുള്ളത് എന്നെല്ലാം നിങ്ങളുടെ പേഴ്സണ് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ എന്താണ് ഇതിന് നെക്സ്റ്റ് ഒരു ആക്ഷൻ എടുക്കേണ്ടത്, എന്ത് തീരുമാനത്തിലോട്ട് ഇനി പോകണം എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരു സ്റ്റെക്ക് ഫീലിങ്ങിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ നോ കോൺടാക്ട് സിറ്റുവേഷനിലോട്ട് പോയിട്ട് തിരിച്ചു വരാൻ അവർക്ക് പറ്റാത്ത, അവിടെ നിന്ന് അവരുടെ കർമ്മ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ അവർക്കൊരു കാർമിക് ആയിട്ടുള്ളൊരു സമയമാണ്, കർമ്മ ക്ലിയറൻസിൻ്റെ സമയമാണിപ്പോൾ. അപ്പോൾ ആ ഒരു കർമ്മ ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ടൊരു ടെൻഡൻസി വന്നതും അവരങ്ങനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോയിട്ടുള്ളതും. പക്ഷേ ഇപ്പോഴവർക്ക് അവിടെ നിന്ന് സഹിക്കാൻ പറ്റാവുന്നതിലധികം ചീറ്റിങ്ങും ഫിനാൻഷ്യൽ ലോസും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിൽ ഡിസിഷനിലോട്ട് പോകാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ അവരവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ്. ഈ റിലേഷൻ എൻഡ് ആക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മുന്നിലുള്ള ആകെയുള്ള ഒരു പോം വഴി. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇവർക്ക് ഉണ്ട് താനും. ഈ റിലേഷൻഷിപ്പ്, അതായത് ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ എൻഡ് ആക്കണം എന്നുള്ളൊരു തീരുമാനമാണ് അവരുടെ മനസ്സിലുള്ളത്. ഇവിടെ ചേഞ്ചസ് കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. കാരണം നിങ്ങൾ അവരുടെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു, അവരുടെ ലൈഫിൽ അവർക്ക് ലഭിച്ച നല്ലൊരു സമ്മാനമായിരുന്നു നിങ്ങൾ എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അവർക്ക് വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവിടെ ലവേഴ്സ് കാർഡ് ഉണ്ട്. അവർക്ക് നിങ്ങളോട് അത്രയും ഒരു അട്രാക്ഷൻ, ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതിലൊരു ചേഞ്ച് വരണം, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള മൈൻഡ് സെറ്റ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അങ്ങനെ ഒരു ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അത് പെട്ടെന്ന് ഉണ്ടാവില്ല, കാരണം അവരിപ്പോൾ സ്റ്റെക്കാണ്, മാനസികമായിട്ടൊരു സ്ട്രഗിൾ സിറ്റുവേഷനിൽ നിൽക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. ആ ഒരു ചേഞ്ചിലോട്ടാണ് നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. കാർമിക് ബാറ്റിൽ എന്നാണ് കാണിക്കുന്നത്. അവരുടെ കർമ്മയാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. ആ ഒരു കർമ്മ ക്ലിയറൻസിന്റെ ബേസിസിലാണ് അവരോട് തേർഡ് പാർട്ടിയോട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു റിലേഷനിലോട്ട് പോയിട്ടുള്ളത്. പക്ഷേ അവിടെ നിന്ന് കണ്ടോ, പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് അവർക്ക് അവരുടെ മനസ്സിന് മുറിവേറ്റിട്ടുണ്ട്, ശരീരത്തിന് മുറിവേറ്റിട്ടുണ്ട്. അവർക്ക് ഇനി അവിടെ നിന്ന് മടുത്ത് മതിയായി അവരവിടെ നിന്നും റിലേഷൻ എൻഡ് ചെയ്ത് പോരാനാണ് ഇപ്പോഴാഗ്രഹിക്കുന്നത്.
ട്വിൻ ഫ്ലെയിം സയൻസ് എന്നാണ് പറയുന്നത്. ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലുള്ളവർക്കാണെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു റിലേഷന്റെ സയൻസ് ആണ് ഇത് എന്നാണ് കാണിക്കുന്നത്. ലെറ്റ് ഗോ ഓഫ് ഫിയർ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ പേഴ്സൺ തിരിച്ചു വരുമോ, അല്ലെങ്കിൽ ഇനി ഈ ഒരു റിലേഷനിൽ ഒരു മുന്നോട്ടൊരു നല്ലൊരു ഭാവി ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഡൗട്ടിൻ്റെ കാര്യമില്ല, അങ്ങനെ ഒരു ഫിയറിൻ്റെ കാര്യമില്ല. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് അവിടെ ആ ഒരു കർമ്മ ക്ലിയറൻസിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്ന ഒരു മൈൻഡ് സെറ്റിലോട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. ചേഞ്ചസ് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. സ്പാർക്ക് എന്നാണ് പറയുന്നത്. നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് ഫീൽ ചെയ്യുന്നത്. ഒരു സ്പാർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. അതായത് ഇതുവരെ അവർക്ക് മറ്റൊരു പേഴ്സണോട് തോന്നാത്ത വിധത്തിലുള്ള ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരു സോൾമേറ്റ് ആയിട്ടുള്ള ഒരു ഡീപ്പ് ഫീലിംഗ് നിങ്ങളോട് തോന്നുന്നു എന്നാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോട് മാത്രമാണ് ലൈഫിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരുപാട് കാലങ്ങളായിട്ട് അറിയുന്ന ഒരു പേഴ്സണെ കാണുന്ന ഒരു ഫീലിംഗ് നിങ്ങളെ കണ്ടപ്പോഴാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓപ്പണിംഗ് അപ്പ് എന്ന് പറയുന്നു. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം, അവർ മനസ്സ് തുറന്ന് നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളോട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടികളായിരിക്കാം. ചില ഈഗോ ഉള്ളവരാണെങ്കിൽ അതൊന്നും പറയില്ല, അല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ നിങ്ങളോട് തുറന്ന് ഷെയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അത് ഞാനൊരു അട്രാക്ഷൻ്റെ പുറത്ത് പോയതായിരുന്നു എന്നുള്ളതൊക്കെ തുറന്ന് സമ്മതിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി പാരൻസ് ആണ് തേർഡ് പാർട്ടിയായി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ സമ്മതിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്നും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് പോകേണ്ടി വന്നതെന്നുള്ളതൊക്കെ നിങ്ങളോട് തുറന്ന് പറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പ്രോമിസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു പ്രോമിസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോമിസ് അവർ പാലിക്കും, അവർ ഈ റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും, നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു പ്രോമിസ് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു പ്രോമിസ് അവർ പാലിക്കുന്നതായിട്ടാണ് പറയുന്നത്. വെയിറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതിപ്പോൾ ഒരുപാടായി അവർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഉള്ളത്. അവിടെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അവർ തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു കാർമിക് ആയിട്ടുള്ള ഒരു സൈക്കിളിലൂടെ കടന്നു പോവായിരുന്നു. ഇപ്പോൾ അത് എൻഡ് ആവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ്. അങ്ങനെയുള്ള ചേഞ്ചസ് ആണ് അവിടെ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. 2 കാർഡ് വന്നിട്ടുണ്ട്. പ്രൊട്ടക്റ്റഡ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻ അവർ സ്നേഹം കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇത് നഷ്ടപ്പെടുത്തരുത്, ഇത് അവരുടെ ലൈഫിൽ അവർക്ക് ലൈഫ് ലോങ് വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങളുടെ പേഴ്സൺ വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അവർ ആദ്യം തുടക്കത്തിലൊക്കെ നിങ്ങളോട് എത്രത്തോളം സ്നേഹത്തോടെയാണോ നിന്നിട്ടുള്ളത് അത്രത്തോളം സ്നേഹത്തോടെ തന്നെ ആയിരിക്കും ഇനി അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡാക്കി നിങ്ങളിലേക്ക് വരുമ്പോൾ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഹോൾഡ് മീ എന്നാണ് പറയുന്നത്. അവരെ സ്നേഹത്തോടെ നിങ്ങളുടെ ലൈഫിലോട്ട് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക, നിങ്ങൾ അവരെ ഹോൾഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. വെയിറ്റ് എന്നാണ് ഏഞ്ചൽസും പറയുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. റൊമാൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത്, അല്ലെങ്കിൽ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അത്രയും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് എൻഡ് ആവുന്ന സിറ്റുവേഷൻ ഇല്ല. അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവർ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. പഴയതുപോലെ തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആക്കി കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഒരു റിലേഷൻഷിപ്പ് തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുമെന്നാണ് കാണിക്കുന്നത്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ചില സമയത്ത് നിങ്ങൾക്കൊരു എന്ത് ഡിസിഷനിലോട്ട് പോകണം എന്നുള്ള
ഐഡിയ കിട്ടാതിരിക്കും. അതായത് ഈ റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണോ, അതോ ഞാൻ മൂവ് ഓൺ ചെയ്യണോ, അതോ ഈ ഒരു പേഴ്സൺ വരുമ്പോൾ വരട്ടെ എന്നുള്ള ഒരു ചിന്തഗതിയിൽ ഒരു ലെറ്റ് ഗോ മോഡിലോട്ട് പോകണോ, എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക, മറ്റുള്ളവരോട് ഒരു സജഷൻ ചോദിക്കുക എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. പൂരാടം, ലെറ്റർ എം, ഉത്രാടം, ലെറ്റർ വൈ, 1999, 1995, തൃക്കേട്ട, ലെറ്റർ എ, ലെറ്റർ ജെ, ലെറ്റർ എൻ, ചിത്തിര, മൂലം, അശ്വതി, 1985, മകീര്യം, 1993, 1994, ലെറ്റർ ഇ, ലെറ്റർ ടി, മകം, 1987, ആയിരത്തി തൊള്ളായിരത്തി 91, പുണർദം, 2001. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.